ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ലൈറ്റ് മ്യൂസിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾ പാരൻസിൻ്റെയൊക്കെ നിർബന്ധത്തിലായിരിക്കും പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പാട്ടിനെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ നോക്കണം. ഒരു പാട്ട് ഒരുപാട് തവണ കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടിനോട് നല്ല ഇഷ്ടമായിട്ട് വരും. അങ്ങനെ ലൈറ്റ് മ്യൂസിക് നിങ്ങൾ ഒരുപാട് തവണ കേൾക്കണം. ഓരോ ലൈറ്റ് മ്യൂസിക്കുകളും ഒരുപാട് തവണ കേട്ട് കഴിയുമ്പോൾ ലൈറ്റ് മ്യൂസിക്കിനോട് നിങ്ങൾക്കൊരു താല്പര്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പല്ലവി, അനുപല്ലവി, ചരണം ആ രീതിയിൽ തന്നെ പഠിപ്പിക്കും. പല്ലവിയിൽ പാടുന്ന സമയത്ത് നിങ്ങൾ ഓരോ വരികൾ പാടുമ്പോഴും അത് ശ്രദ്ധിച്ച് പാടണം. പല്ലവി ആയാലും അനുപല്ലവി ആയാലും ചരണമായാലും ഏതായാലും വരികൾ പാടുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് തോന്നും ആദ്യം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് പാടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബെറ്ററായിട്ട് വരും. ഓരോ തവണ പാടുമ്പോഴും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ച് ബെറ്ററായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സുഖമായിട്ട് നമുക്ക് ലൈറ്റ് മ്യൂസിക് പഠിക്കാം. അത് വേണ്ട വിധം ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പല്ലവി പാടാം. രാജവീഥിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു. രാജവീഥിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു. ആ മന്ദഹാസമാകെ തളിർത്തൻ്റെ ആതിര രാവിൽ പാൽ നിലാവായി. ആ മന്ദഹാസമാകെ തളിർത്തൻ്റെ ആതിര രാവിൽ പാൽ നിലാവായി, പൂനിലാവായി. രാജവീഥിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി ഓരോ വരികളായിട്ട് നമുക്ക് പാടി നോക്കാം. രാജവീഥിയിൽ ഒരു മാത്ര, അവിടെ ശ്രദ്ധിക്കാം, ഒരു മാത്ര, ഒരു മാത്ര, അവിടെ ശ്രദ്ധിച്ച് പാടാം കേട്ടോ. നിന്നെൻ്റെ, നിന്നെൻ്റെ. ഓക്കെ, രാജവീഥിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ, രാജകുമാരൻ. താഴേക്ക് വന്നു. പുഞ്ചിരിച്ചു, പുഞ്ചിരി, പുഞ്ചിരിച്ചു. അതാണ് ആദ്യത്തെ രണ്ട് വരികൾ. ഇനി അടുത്ത വരി. ആമന്ദഹാസ, ഇങ്ങനെ പാടിക്കൊള്ളണം. ആമന്ദ, ആമന്ദഹാസ മാകെ, മാകെ. ഓക്കെ, ആമന്ദഹാസമാകെ തളിർത്തൻ്റെ, തളിർത്തൻ്റെ ആതിര രാവിൽ, ആതിര, ആതിര രാവിൽ, രാവിൽ പാൽ നിലാവായി, പാൽ നില. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കുറച്ച് കോൾഡൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? ആതിര രാവിൽ
എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ പല്ലവിയിൽ. ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് നോക്കാം. ഈറന്നിലാവിൽ ഈ നേർത്ത കാറ്റിൽ ഈറ്റിറ്റു വീഴും മർമരങ്ങൾ. ഈറന്നിലാവിൽ ഈ നേർത്ത കാറ്റിൽ ഈറ്റിറ്റു വീഴും മർമരങ്ങൾ. മന്ത്രിച്ചതെല്ലാം മംഗളങ്ങൾ. മന്ത്രിച്ചതെല്ലാം മംഗളങ്ങൾ. രാപ്പാടികൾ ഈണമിട്ടു അതേറ്റു പാടി. ആ ആ ആ ഇങ്ങനെയാണ് അനുപല്ലവി വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് വരുന്ന ഹമ്മിങ് പാടാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ ഹമ്മിങ്ങോട് ഒഴിവാക്കാം. എന്നിട്ട് എങ്ങനെ പല്ലവിയിലേക്ക് കയറാമെന്നുള്ളത് ഞാൻ പാടിത്തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് വരികൾ ഒന്ന് പഠിക്കാം, അതിനുശേഷം ഞാനത് പറഞ്ഞു തരാം. ഓക്കെ. ഈറന്നിലാവിൽ ഈറൻ ഈറൻ നിലാവിൽ നിലാവിൽ ഈ നേർത്ത കാറ്റിൽ കാറ്റിൽ ഇറ്റിറ്റു വീഴും ഇറ്റിറ്റു വീഴും വീഴും ഇറ്റിറ്റു വീഴും മർമരങ്ങൾ മർമരങ്ങൾ എന്നാണ്. ദെൻ നമ്മൾ ഒന്നുകൂടി അത് പാടുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നത്, നേർത്ത എന്നുള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഈറന്നിലാവിൽ ഈ നേർത്ത, അങ്ങനെയൊരു സംഗതി അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് പാടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ 2 പ്രാവശ്യം അത് പാടിയാൽ മതി. ഈ നേർത്ത കാറ്റിൽ ഇറ്റിറ്റു വീഴും മർമരങ്ങൾ. അടുത്ത വരി. മന്ത്രിച്ചതെല്ലാം മംഗളങ്ങൾ. മന്ത്രിച്ചതെല്ലാം എന്ന് വരുന്നുണ്ട്. മന്ത്രിച്ചതെല്ലാം മംഗളങ്ങൾ. ചെറിയൊരു വ്യത്യാസം രണ്ടാമത് പാടുന്ന സമയത്ത്. രാപ്പാടികൾ രാപ്പാടികൾ ഈണമിട്ടു. കണ്ടോ, നമ്മൾ വളരെ ലയിച്ച് പാടണം, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവും പാട്ടിൽ. രാപ്പാടികൾ ഈണമിട്ടു അതേറ്റു പാടി അതേറ്റു പാടി. പിന്നെയാണ് നമ്മൾ ഹമ്മിങ് വരുന്നത്. ആ ഹമ്മിങ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പാടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതേറ്റു പാടി. രാജവീതിയിൽ അത് പാടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി.
ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു. അതുവരെ പാടുക. എന്നിട്ട് ശേഷം നമ്മൾ ചരണത്തിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹമ്മിങ് പാടാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക, അത് പാടുക. ഹമ്മിങ് പാടിയതിന് ശേഷം പല്ലവി 2 വരി പാടുക, ചരണത്തിലേക്ക് പോവുക. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ചരണം പാടി നോക്കാം. ചരണത്തിൽ അനുപല്ലവി സെയിം ട്യൂണാണ് വരുന്നത്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ചരണം മുഴുവനായിട്ടൊന്ന് പാടിത്തരാം. ഓരോ പകലും ഒരു ദീർഘവേളലായി ചൂളം വിളിക്കും ജാലകത്തിൽ. ഓരോ പകലും ഒരു ദീർഘവേളലായി ചൂളം വിളിക്കും ജാലകത്തിൽ. മന്ദസ്മിതത്തിൻ മറുപടിയായി, മന്ദസ്മിതത്തിൻ മറുപടിയായി 1000 നാമം ജപിച്ചു നിന്നു. നിന്നെ കാത്തു നിന്നു. രാജവീതിയിൽ ഇങ്ങനെയാണ് വരുന്നത്. ചരണത്തിൽ ഓരോ വരി പറഞ്ഞു തരാം. അതിൽ പ്രത്യേകിച്ച് നമുക്ക് വ്യത്യാസം വരുന്നത് ലാസ്റ്റിലെ വരികളാണ്. ഫസ്റ്റ് 2 വരി സെയിം ട്യൂൺ തന്നെയാണ്, അനുപല്ലവീൻ്റെ സെയിം ട്യൂൺ തന്നെയാണ് ഫസ്റ്റിലെ 2 വരിയും വരുന്നത്. ഓരോ പകലും ഒരു ദീർഘവേളലായി ചൂളം വിളിക്കും ജാലകത്തിൽ. അത് മറ്റേതും ഒരേ ട്യൂൺ തന്നെയാണ്. അടുത്ത വരി വരുന്നത് മന്ദസ്മിതത്തിൽ മറുപടിയായി, അതും അതേ ട്യൂൺ തന്നെയാണ് വരുന്നത്. മുകളിൽ നമ്മൾ പാടിയ സെയിം ട്യൂൺ തന്നെ. 1000 നാമം ജപിച്ചു നിന്നു. ഓക്കെ, മനസ്സിലായോ? പിന്നെ നിന്നെ കാത്തു, നിന്നെ കാത്തു നിന്നു. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് പാടിപ്പോണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. ലൈറ്റ് മ്യൂസിക് നല്ല ലൈറ്റായിട്ട് ലയിച്ച് നമ്മൾ പാടിപ്പോണം, അതാണ്. പിന്നെ അതിൻ്റെ ഹമ്മിങ് കൂടെ പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ പാടിയിട്ട് പല്ലവി പാടി അത് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ ഞാൻ അനുപല്ലവിയിൽ പറഞ്ഞു തന്ന പോലെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട്, അതായത് നിന്നെ കാത്തു നിന്നു രാജവീതിയിൽ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അനുപല്ലവി പാടി, ചരണം പാടി, ഇനി നമുക്ക് പല്ലവിയിലേക്ക് കയറാം. ചരണം പാടിക്കഴിഞ്ഞ് പല്ലവി മുഴുവനായിട്ട് പാടിയിട്ടാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, പല്ലവി ഞാൻ ഓൾറെഡി പാടി തന്നതാണ്, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എൻഡിങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് രാജവീതിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു. ആമന്ദഹാസമാനിത്തളിർത്തിൻ്റെ ആതിരരാവിൽ പാൽനിലാവായി പൂനിലാവായി രാജവീതിയിൽ ഒരു മാത്ര നിന്നെൻ്റെ രാജകുമാരൻ പുഞ്ചിരിച്ചു.
അപ്പോൾ ഇത്രയാണ് നമ്മളെ പാട്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാട്ടിനെ ആദ്യം ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.